നമ്മ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് കേരളം ഒരു വലിയ ചർച്ച ഈയിടയ്ക്ക് നടത്തിയത് യുവ ഡോക്ടർ ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ പ്രതി റുവൈസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത്? കേരളം തന്നെ വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിയായ ഷാനയുടെ ഈ ഒരു ആത്മഹത്യ. അതിൽ കൃത്യമായി തന്നെ റുവൈസിനെതിരെ ആത്മഹത്യാ കുറിപ്പിലൊക്കെ കൃത്യമായി ഒരു സ്ത്രീധനത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കുടുംബവും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിന്റെ ഒരു മാനസിക വിഷമം കൊണ്ടാണ് ഇരുവരും പ്രണയത്തിലായിരുന്നു, പക്ഷേ സ്ത്രീധനം ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് നയിച്ചത് എന്നത് കുടുംബം തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ പ്രധാനമായും കോടതി നിരീക്ഷിച്ചത് ഇതൊരു പ്രാഥമിക ഘട്ടത്തിലാണ് ഈ ഒരു അന്വേഷണം. അതും റുവൈസിനെതിരെ ഗുരുതര കുറ്റങ്ങളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജാമ്യം നൽകാൻ വകുപ്പില്ല എന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം ഈ കുറ്റാരോപിതനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യണം, കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നൊരു ആവശ്യം കൂടി അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് റുവൈസിന്റെ ജാമ്യം നൽകുക എന്നുള്ളത്, ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമ്പോൾ ജാമ്യം നൽകുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ജാമ്യം നൽകാനുള്ള സാധ്യതയും വിരളമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കൂടുതൽ അന്വേഷണത്തിനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമൊക്കെ കസ്റ്റഡിയിലും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇവർ പ്രണയത്തിലായിരുന്ന സമയത്ത് ഇത്തരത്തിൽ സ്ത്രീധനം ചോദിച്ചുവെന്നും ഇതിനെ തുടർന്നാണ് ഷാൻ ആത്മഹത്യ ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ആത്മഹത്യാ കുറിപ്പിൽ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രാഥമികമായി റുവൈസിനെതിരെ ഇത്തരം കുറ്റങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നത് വളരെ വിദൂരമാണ്. എങ്കിൽ പോലും ഇന്ന് ആ ഒരു ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ എത്തുമ്പോൾ ആ ഒരു കേസിനെ നമ്മൾ വളരെ വ്യക്തമായിട്ടാണ് നോക്കിക്കാണുന്നത്. അശ്വതി.